ഒരാശ്രമത്തിൽ പഠനം പൂർത്തിയായ 2 വിദ്യാർത്ഥികൾക്ക് അവരുടെ ഗുരുനാഥൻ ഒരു സമ്മാനം കൊടുത്തു വിടുകയാണ്. 2 പേർക്കും നൽകുന്നത് ഒരേ സമ്മാനമാണ്. ഓരോ പിടി വിത്തുകളാണ് 2 പേർക്കും സമ്മാനമായി നൽകുക. 2 പേരും അവരവർക്ക് ലഭിച്ച സമ്മാനങ്ങളുമായി താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി. 2 പേർക്കും ദീർഘമായ ദൂരം യാത്ര ചെയ്യാനുണ്ട്. യാത്രയ്ക്കൊടുവിൽ അവർ താന്താങ്ങളുടെ ഭവനങ്ങളിലെത്തി. 2 പേർക്കും നല്ല ക്ഷീണമുണ്ട്, നന്നേ വിശക്കുന്നുമുണ്ട്. ഒന്നാമൻ അവന് ലഭിച്ച വിത്ത് ചുട്ടു തിന്ന് അവൻ്റെ വിശപ്പടക്കി. 2ാമൻ തനിക്ക് വിശക്കുന്നുണ്ടെങ്കിലും തനിക്ക് ലഭിച്ച വിത്തെടുത്ത് തൊടിയിലിത്തിരി മണ്ണിളക്കി അവൻ ആ വിത്തുകൾ നട്ടുവെച്ചു. നമുക്കറിവുള്ളതുപോലെ കുറേ കാലം കഴിയുമ്പോൾ മണ്ണിലത് മുളയ്ക്കും, നാമ്പുകളുണ്ടാവും, കതിരുകളുണ്ടാവും. അത് കുറേ അധികം ആളുകളുടെ വിശപ്പിൻ്റെ ശമനത്തിന് കാരണമാകും. 1ാമൻ തനിക്ക് ലഭിച്ചത് തൻ്റെ സ്വന്തം വിശപ്പിൻ്റെ ശമനത്തിന് ഉപയുക്തമാക്കുന്നെങ്കിൽ 2ാമൻ തനിക്ക് ലഭിച്ച അതേ സമ്മാനം കുറേ അധികം ആളുകളുടെ വിശപ്പിൻ്റെ ശമനത്തിന് നിദാനമാക്കുന്നു. 2 വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളെക്കുറിച്ച് ഈ കഥ നമ്മളോട് സംവദിക്കുന്നുണ്ട്. 40 രാവും 40 പകലും മരുഭൂമിയിലായിരിക്കുന്ന യേശുതമ്പുരാനോട് പിശാച് വന്ന് പറയുന്നു, നിനക്ക് വിശക്കുന്നു. എന്നാൽ തൻ്റെ വൈയക്തികമായ വിശപ്പിന് ശമനമുണ്ടാകത്തക്ക വിധം അവൻ കല്ല് അപ്പമാക്കുന്നില്ല. ഒരത്ഭുതം അവൻ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ പിന്നീട് തൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് തൻ്റെ പ്രഭാഷണത്തിൻ്റെ ലാവണ്യത്തിൽ മതിമയങ്ങി അന്തിമയങ്ങുവോളം മലയടിവാരത്ത് തന്നെ കേട്ടിരുന്ന ജനക്കൂട്ടത്തെ കണ്ട് അവന് മനസ്സിലായി, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ എന്തുണ്ട്? 5 അപ്പവും 2 മീനും. അവൻ ആ 5 അപ്പം എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി വർദ്ധിപ്പിച്ച് 5000-ലധികം വരുന്ന ജനസഞ്ചയത്തിനെ തൃപ്തിപ്പെടുത്തുന്നു. ഈ മഹാത്ഭുതം എല്ലാ സുവിശേഷങ്ങളിലുമുണ്ട്. തൻ്റെ വൈയക്തികമായ വിശപ്പിൻ്റെ ശമനത്തിന് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിക്കാതിരുന്നവൻ ഒരു വലിയ ജനസഞ്ചയത്തിൻ്റെ വിശപ്പിൻ്റെ ശമനത്തിന് വേണ്ടി ഒരു മഹാത്ഭുതം പ്രവർത്തിക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ആദ്യത്തെ കഥ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഈ സുവിശേഷത്തിൻ്റെ കനലിനുള്ളിൽ ഒളിപ്പിക്കുന്ന സഭാപിതാക്കന്മാർ അവരിൽ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ വിശപ്പ് ഒരു ഭൗതിക പ്രശ്നമാണ്, എന്നാൽ എൻ്റെ അയൽക്കാരൻ്റെ വിശപ്പ് ഒരാത്മീയ പ്രശ്നമാണ്. എൻ്റെ വിശപ്പ് ഒരു ഭൗതിക പ്രശ്നമാണ്, എന്നാൽ എൻ്റെ അയൽക്കാരന് വിശക്കുന്നുണ്ടെങ്കിൽ അതൊരാത്മീയ പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച് എന്നാണ്. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ കൊണ്ട് ഓരോ മനുഷ്യരും അവരവരുടേതായ ലോകക്രമങ്ങൾ സൂക്ഷിക്കാറുണ്ട്. ലോകം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ലോചനം കൊണ്ട് കാണാവുന്നത് എന്നാണ്. ലോചനം എന്നാൽ കണ്ണ്. ആലോചനയൊക്കെ ആ വാക്കിൽ നിന്ന് നിഷ്പദിക്കുന്നതാണ്. ഒരാളുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് അയാളുടെ ലോകം രൂപപ്പെടുന്നത്. പലതരം ലോകങ്ങളുണ്ട്. ഒരാളുടെ വിശ്വാസത്തിൻ്റെ ലോകം, അറിവിൻ്റെ ലോകം, അഹന്തയുടെ ലോകം, അസൂയയുടെ ലോകം, അലസതയുടെ ലോകം, അറിവുകേടിൻ്റെ ലോകം, ധാരണയുടെ ലോകം, തെറ്റിദ്ധാരണയുടെ ലോകം,
ഇങ്ങനെ ഓരോ മനുഷ്യനും അവനവൻ്റെ ഉള്ളിൽ എന്താണോ സൂക്ഷിക്കുന്നത് അതനുസരിച്ച് അവരവരുടേതായ ലോകക്രമങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള പവറാണ് നമ്മളുടെ കണ്ണുകൾക്കുള്ളത്. ഈ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്ന ചക്രവാളങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഓരോരുത്തരുടെയും കണ്ണിൻ്റെ ശക്തി അനുസരിച്ചാണ് ചക്രവാളങ്ങളുടെ ദൂരം ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനോനയനങ്ങളുടെ കാര്യവും. മുന്നമേ പറഞ്ഞതുപോലെ നമ്മുടെ ധാരണകളും തെറ്റിദ്ധാരണകളും അറിവുകളും അറിവുകേടുകളും കൊണ്ട് നമ്മൾ രൂപപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ ലോകങ്ങളിലാണ് നാം ജീവിക്കുന്നത്. ക്രിസ്തുവിന് വളരെ മുമ്പ് ജീവിച്ചിരുന്ന ഒരു ചിന്തകനാണ് ഹെറാക്ലീറ്റസ്. അയാൾ പറയുന്ന സുന്ദരമായൊരു വരിയുണ്ട്: ഉറങ്ങുന്നവർക്കെല്ലാം അവരവരുടേതായ ഓരോ ലോകങ്ങളുണ്ട്, എന്നാൽ ഉണർന്നെണീറ്റവർക്കെല്ലാം കൂടി പൊതുവായി ഒരൊറ്റ ലോകമേ ഉള്ളൂ. ഉറങ്ങുന്നവർക്കെല്ലാം അവരവരുടേതായ ഓരോ ലോകങ്ങളുണ്ട്, സ്വപ്നലോകങ്ങളുണ്ട്, എന്നാൽ ഉണർന്നെണീറ്റവർക്കെല്ലാം പൊതുവായി ഒരൊറ്റ ലോകമേ ഉള്ളൂ എന്ന് എം.എൻ. വിജയൻ മാഷിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ മനുഷ്യർ പാർക്കുന്ന ലോകങ്ങളെന്നാണ്. മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ കൊണ്ടും വീക്ഷണങ്ങൾ കൊണ്ടും താന്താങ്ങൾ നിർമ്മിക്കുന്ന വ്യത്യസ്തങ്ങളായ ലോകങ്ങൾ, അത് സങ്കുചിതമാകാം, വിശാലതയുള്ളതാവാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ലോകങ്ങളിൽ ജീവിക്കുന്ന നമ്മളോട് തിരുവെഴുത്ത് പറയുന്നു, അങ്ങനെയല്ലാതെ ഒരു ലോകക്രമത്തെക്കുറിച്ച് ദൈവം സത്യവേദ പുസ്തകത്തിലൂടെ മനുഷ്യന് ജീവിക്കാൻ ക്രമപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. ഈ 3 ലോകക്രമങ്ങൾ തിരുവെഴുത്തിൽ പരാമർശിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലാണ്. മനുഷ്യൻ പാർക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള ലോകക്രമങ്ങൾ. ഈ 3 ലോകക്രമങ്ങളെക്കുറിച്ചൊരു സൂചന എനിക്ക് ലഭിക്കുന്നത് 942 മുതൽ 1022 വരെ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവ് സെന്റ് സൈമൺ ദ ന്യൂ തിയോളജിയൻ എന്ന് പറയുന്ന പിതാവിൻ്റെ എഴുത്തുകളിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഒരു ചെറിയ ഖണ്ഡികയിൽ ഇപ്രകാരം ഒരു പരാമർശം: ദൈവം മനുഷ്യന് പാർക്കാൻ 3 ലോകങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്ന് ഏദൻ തോട്ടത്തിലെ ലോകം, 2 പെട്ടകത്തിലെ ലോകം, 3 അബ്രാമിനോട് ദൈവം പറഞ്ഞ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം. ഒന്ന് ഭൂതകാലത്തിൻ്റെ ഗൃഹാതുര സ്മരണയെ ഉയർത്തുന്ന മനോഹരമായൊരു ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള സൂചനയാണ് ഏദൻ തോട്ടത്തിലെ ലോകം. നോഹയുടെ പെട്ടകത്തിലെ ലോകം വർത്തമാനകാല സഭാജീവിതത്തിൻ്റെ സൂചന മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. മൂന്നാമത്തേത് കാണിപ്പാനിരിക്കുന്ന ദേശം, നാം കൊതിച്ചിരിക്കുന്ന കാത്തിരിക്കുന്ന വാഗ്ദത്ത ഭൂമികയുടെ സൂചന ഉൾക്കൊള്ളുന്നതാണ്. ഈ 3 ലോകക്രമങ്ങളും പരാമർശിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലാണ്. ബൈബിൾ പഠിതാക്കൾ പറയാറുണ്ട്, നാം ഏതൊരു പുസ്തകം എടുത്താലും ആ പുസ്തകത്തിനൊരു അവതാരിക കാണും, ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് കാണും. ആ അവതാരികയിലുണ്ടാവും എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം, എന്താണ് ഈ പുസ്തകത്തിലൂടെ എഴുത്തുകാരൻ വിവക്ഷിക്കുന്നത് എന്നുള്ള കൃത്യമായൊരു സന്ദേശം ഏതൊരു പുസ്തകത്തിൻ്റെയും അവതാരികയിൽ കാണും. അങ്ങനെയാണത് അവതരിപ്പിക്കുന്നത്. സത്യവേദ പുസ്തകത്തിൻ്റെ ഒരവതാരിക ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെന്ന് പറയുന്നു. പ്രത്യേകിച്ചും ഈ അധ്യായങ്ങളെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണം, ഇത് പ്രീ ഹിസ്റ്റോറിക് ഡോക്യുമെൻ്റ് എന്നാണ്. ചരിത്രാതീത കാലത്തിൻ്റെ സൂചനയാണ്. വേദപുസ്തകത്തിൻ്റെ നിയതവും സ്പഷ്ടവും കാലാനുഗണ പ്രധാനവുമായ ഒരു ചരിത്ര ആഖ്യാനം സംഭവിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം മുതലാണ്. അബ്രാമിൽ നിന്ന് ഇസ്ഹാക്കിലേക്കും, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിലേക്കും, യാക്കോബിൽ നിന്ന് യൗസേപ്പിലേക്കും, പിന്നീട് മിസ്രയീമിലെ പ്രവാസത്തിലേക്കും, ഫറവോയുടെ അടിമത്തത്തിലേക്കും, മോശ എന്ന വിമോചന നായകനിലേക്കും, യോശുവ എന്ന പിൻഗാമിയിലേക്കും, കനാൻ ദേശത്തേക്കുള്ള പ്രവേശികയിലേക്കും,
ന്യായാധിപന്മാരുടെ വാഴ്ചയും പിന്നെ മഹാരാജാക്കന്മാരുടെ ഭരണവും അവരുടെ അധാർമികതയെ ചോദ്യം ചെയ്യുന്ന പ്രവാചക പരമ്പരകളുടെ തുടർച്ചയും ഒടുവിൽ ആ പ്രവാചകന്മാരിൽ അവസാനത്തവനായി ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സ്നാപക യോഹന്നാന്റെ വരവും സ്നാപക യോഹന്നാന്റെ വാക്കുകളിൽ തെളിയുന്ന ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്ന മശിഹായുടെ ചരിതം നിയതവും സ്പഷ്ടവുമായി വേദപുസ്തക ചരിത്രം കൃത്യമായി ആലേഖനം ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം 12 മുതൽ അധ്യായങ്ങളിലാണ്. അപ്പൊ ഇതിനു മുമ്പേ പറയുന്ന ഈ 3 കഥകളും ഈ 3 സംഭവങ്ങളും വേദപുസ്തകത്തിന്റെ സത്തയും സാരാംശവും വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് പിതാക്കന്മാർ സൂചന നൽകുന്നു. അതിലൊന്നാമത്തെ ലോകക്രമം ഏദൻ തോട്ടത്തിലെ ലോകമാണ്. ഈ 3 ലോകക്രമത്തിലെയും മൂല്യബോധങ്ങൾ ഒരുപക്ഷെ നാം ഇപ്പോൾ അനുവർത്തിച്ചു പോരുന്ന നമ്മുടെ സഭാജീവിതത്തെ ഒന്നുകൂടി നവീകരിക്കാൻ ശേഷിയുള്ളതാണ്. ഏദൻ തോട്ടത്തിലെ ലോകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. 2-ാം ദിനം വെള്ളം വേർതിരിച്ചു. 3-ാം ദിനം കരയുണ്ടായി. പുല്ലും സസ്യങ്ങളും വിത്തുള്ള സസ്യങ്ങളും ഫലം കായ്ക്കുന്ന മരങ്ങളും ഉണ്ടായി. 4-ാം ദിനം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടായി. 5-ാം ദിനം തിമിംഗലങ്ങളും ജലജന്തുക്കളും പക്ഷികളും പറവകളും ഉണ്ടായി. 6-ാം ദിനം ഭൂചര ജന്തുക്കളുണ്ടായി. ഒടുവിൽ മനുഷ്യനുമുണ്ടായി. എന്നിട്ട് നമ്മൾ പഴയ സൺഡേ സ്കൂൾ പാഠശാലകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, ആദമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി തോട്ടം സൂക്ഷിപ്പാനും. ആദമിനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കിയത് തോട്ടം സൂക്ഷിപ്പാനായിട്ടാണ്. ടു ടിൽ ആൻഡ് കീപ്പ്. ആദമിനോട് ദൈവം ഒരു കാര്യവിചാരകത്വം ഏൽപ്പിക്കുകയാണ്. ഇതൊരു കഥയല്ലേ? ഇതൊരു കഥയാണ്. എല്ലാ പുരാതന പാരമ്പര്യങ്ങളിലും എല്ലാ സനാതന ആത്മീയ സംസ്കൃതികളിലും സത്യം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സംവദിക്കപ്പെട്ടിട്ടുള്ളത് കഥാരൂപത്തിൽ കഥനം ചെയ്താണ്. അതിന് കാരണമുണ്ട്. മഹാഭാരതം ഒരു ഇതിഹാസമാണ്. അതൊരു വിശാലമായ കഥാപ്രപഞ്ചമാണ്. മഹാഭാരതത്തിൻ്റെ ഇതിവൃത്തത്തെക്കുറിച്ച് ഏറ്റവും സംക്ഷിപ്തമായി ഭാരതത്തിലെ തത്വവിചാരങ്ങളിൽ പറയുന്നത് സഹോദരന്മാരുടെ തപ്തമായ മനസ്സുകൾ തമ്മിലുള്ള കലഹമാണ്. കുരുക്ഷേത്ര ഭൂമികയിലാണ് യുദ്ധം നടക്കുന്നത്. ഒരു വശത്ത് 101 പേര്, മറുവശത്ത് 5 പേര്. പഞ്ചപാണ്ഡവന്മാരിൽ 5 പേര്. ഇപ്പുറത്ത് ദുര്യോധനൻ ഒന്നാമത് നിൽക്കുന്നു. കൗരവരിൽ ധനം ദുർവ്യയം ചെയ്യുന്നവനാരോ അവനാണ് ദുര്യോധനൻ. നമ്മുടെ ഭാഷയിൽ ധൂർത്തപുത്രൻ. തൊട്ടു പിന്നാലെ ദുശാസനൻ, തെറ്റായ ശാസനകൾ മാത്രം പറയുന്നവൻ, അസഭ്യം മാത്രം, ചീത്ത മാത്രം വായിൽ വരുന്നവൻ ദുശാസനൻ. ഇങ്ങനെ കൂട്ടി ദുശള വരെ 101 ഒരു വശത്ത്. ഇപ്പുറത്ത് ധർമ്മം മാത്രം പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ധർമ്മപുത്രൻ, ധർമ്മത്തെ സംരക്ഷിക്കാൻ ഭീമമായ ബലമുള്ള ഭീമസേനൻ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന പക്ഷിയുടെ കണ്ണിൽ പോലും അമ്പെയ്ത് കൊള്ളിക്കാൻ ശേഷിയുള്ള ഋജുവായ ബുദ്ധിയുള്ള അർജുനൻ, പിന്നെ നകുലനും സഹദേവനും. അവരോടുകൂടെ കൃഷ്ണനുണ്ട്. എല്ലാത്തിനെയും ആകർഷിക്കുന്നവനെന്നാണ് ആ വാക്കിൻ്റെ നിരുക്തം. അയാളുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്, സുദർശനം. ആ ചക്രം ഉപയോഗിച്ചാണ് അയാൾ തിന്മയെ നിഗ്രഹിക്കുന്നത് എന്ന് മഹാഭാരതത്തിൻ്റെ ഇതിവൃത്തം പറയുന്നുണ്ട്. സുദർശന ചക്രം. സുദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല ദർശനം, ഗുഡ് വിഷൻ. നല്ലത് കാണാൻ ഒരു കണ്ണുണ്ടെങ്കിൽ പിന്നെ തിന്മയ്ക്കിടമുണ്ടോ? ഏദൻ തോട്ടത്തിൽ ഒരു സുദർശനമുണ്ട്. ദൈവം 1-ാം ദിവസം എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം പറഞ്ഞു എല്ലാം നല്ലത്. 2-ാം ദിവസവും 3-ാം ദിവസവും എല്ലാം ദൈവം ആവർത്തിച്ച് പറയുന്നു എവരിതിങ് ഈസ് ഗുഡ്. എല്ലാം നല്ലത്. എല്ലാം നല്ലത് എന്ന് പറയുന്ന നല്ലത് കാണാൻ ഒരു കണ്ണുണ്ടാവണം. പറുദീസായുടെ ലോകം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകണമെങ്കിൽ
ഏദൻ തോട്ടം മുൻപോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ പാഠം ഇതാണ്: നല്ലത് കാണാൻ ഒരു കണ്ണുണ്ടാവണം. നല്ലത് കാണാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഭാരതത്തിൻ്റെ മഹാനായ പ്രസിഡന്റ് അബ്ദുൽ കലാം 2010 എല്ലാ ഇന്ത്യക്കാർക്കുമായി ഒരു കത്തയച്ചിരുന്നു. ആ കത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: വൈ ആർ വി സോ നെഗറ്റീവ്? വൈ ആർ വി സോ നെഗറ്റീവ്? നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര നിഷേധാത്മകമായി സംസാരിക്കുന്നത്? അവിടം വരെ പോകണ്ട. പണ്ട് സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പ്രാർത്ഥനാഗാനമായി ചൊല്ലിയിരുന്ന ഒരു പാട്ടുണ്ട്: ദൈവമേ കൈതൊഴാം, കേൾക്കുമാറാകണം. ആ പാട്ടിൻ്റെ മധ്യവരികൾ ഏതാണ്? നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാവണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാവണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാവണം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം. നല്ല ആത്മബലമുള്ള ആളുകൾക്ക് മാത്രമാണ് ആരോടെങ്കിലും നല്ലത് പറയാൻ പറ്റുള്ളൂ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, പ്രിയ സുഹൃത്ത് സുഭാഷ് ചന്ദ്രൻ മനുഷ്യനൊരാമുഖം എന്ന് പറയുന്ന അയാളുടെ നോവലിൽ മലയാളികളെക്കുറിച്ചൊരു സുന്ദരമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. അയാൾ പറയുന്നു, മലയാളിയുടെ സ്ഥായി ഭാവമാണ് പരപുച്ഛം. ഏതൊരു പ്രതിഭയുടെയും മുമ്പിൽ നെറ്റി ചുളിഞ്ഞേയിരിക്കൂ. മലയാളിയുടെ സ്ഥായി ഭാവമാണ് ആരെയും അംഗീകരിക്കാൻ അവന് മനസ്സില്ലായ്മ. ഒരു കണക്കിന് ശരിയാണെന്ന് ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകാറുണ്ട് നമ്മളെക്കുറിച്ച്. നല്ലത് പറയണമെങ്കിൽ നല്ല ആത്മബലമുണ്ടാവണം. ക്രൈസ്റ്റ് ഇസ് ദ ഹ്യൂമൻ ഫേസ് ഓഫ് ഗോഡ് എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുക. ക്രിസ്തു ദൈവത്തിൻ്റെ മാനുഷിക മുഖമാണ്. അപ്പൊ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട് നോക്കി പഠിച്ചാൽ ഒരുപക്ഷെ നാം ഇപ്പോൾ കാണുന്നത് പോലെ അല്ലാതെ കുറെ കൂടി നന്നായി നമുക്ക് ഈ ലോകത്തെ ഒന്ന് കാണാൻ പറ്റും. ഒരു വേശ്യ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാവുന്നത് ശരീരം വിൽക്കുന്നവളെന്നാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു വേശ്യ എന്ന് പറഞ്ഞാൽ പാപമോചനം വാങ്ങിക്കുന്നവളെന്നാണ്. ഒരു കള്ളൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നത് ഈ ഭൂമിയിലെ സ്വർണവും പടവുമൊക്കെ മോഷ്ടിക്കുന്നവനെന്നാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു കള്ളൻ എന്ന് പറഞ്ഞാൽ മനസ്സ് വെച്ചാൽ പറുദീസ വരെ മോഷ്ടിക്കാൻ ശേഷിയുള്ളവനാണ് ഒരു കള്ളൻ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അർത്ഥവിന്യാസങ്ങളാണ് നമുക്കറിയാവുന്ന പല വാക്കുകൾക്കും സുവിശേഷം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നത്. അതുകൊണ്ട് തന്നെ സുവിശേഷപരമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ക്രിസ്താനുരൂപികളായി ദൈവാനുരൂപികളായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ, നാം ഇപ്പോൾ കാണുന്നത് പോലെ അല്ലാതെ കുറെ കൂടി നന്മ വിചാരത്തോടെ ഈ ലോകത്തെ കാണാനുള്ള ഒരു പരിശ്രമമാണ്. അതുകൊണ്ടാണ് ഏദൻ തോട്ടം നമ്മുടെ മുമ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന നല്ലത് കാണാൻ ഒരു കണ്ണുണ്ടാവണമെന്ന ഈ പാഠം ഏറെ പ്രസക്തമാവുന്നത്. രണ്ടാമത്, ഞാൻ വീണ്ടും ആ ചോദ്യത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇതൊരു കഥയല്ലേ? അതിൻ്റെ ഉത്തരം ഞാൻ തന്നില്ലല്ലോ. ഇത് യുക്തിക്ക് നിരക്കുന്നതല്ലല്ലോ എന്ന് കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ ഈ കാലത്ത് ചോദിക്കാം. വീണ്ടും ഞാൻ പറയട്ടെ, എല്ലാ പുരാതന സംസ്കൃതികളിലും സത്യം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് കഥാരൂപത്തിലാണ്. മാർത്തോമായുടെ വലിയ തിരുമേനി ക്രിസോസ്റ്റം തിരുമേനി ഒരിക്കൽ ഒരു കഥ പറയും, ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. തിരുമേനി പറയുകയാണ്, തിരുമേനി തിരുവല്ലയിലെ അദ്ദേഹത്തിൻ്റെ അരമനയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞാട് അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നു. കുഞ്ഞവറാച്ചൻ അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് തിരുമേനിയോട് അമേരിക്കൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ആ പങ്കുവയ്ക്കുന്ന സമയത്ത് കുഞ്ഞവറാച്ചൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: തിരുമേനി, എല്ലാം കൊള്ളാം, പക്ഷേ അമേരിക്കയിൽ അവന്മാർ കുതിരയ്ക്ക് കുതിര എന്നല്ല പറയുന്നത്, വേറെ ഏതാണ്ട് വാക്കാണ്. കുതിരയ്ക്ക് കുതിര എന്നല്ല പറയുന്നത്, വേറെ ഏതാണ്ട് വാക്കാണ്. ശരിയല്ലേ? വേറെ ഏതാണ്ട് വാക്കാണ്, ഇംഗ്ലീഷിലല്ലേ പറയുക. ചൈനക്കാർ വേറെ വാക്കല്ലേ പറയുക, ജപ്പാൻകാർ വേറെ വാക്കല്ലേ പറയുക. ഭാഷയ്ക്ക് ദേശത്തിൻ്റെ പരിമിതിയുണ്ട്. ഭാഷയ്ക്ക് ദേശത്തിൻ്റെ പരിമിതിയുണ്ട്. ഇനി അടുത്ത സംഗതി, ഇതിപ്പോൾ ഇതിനിടയ്ക്കൂടെ ഒരു പാമ്പ് കടന്നു പോകാന്ന് വിചാരിക്കുക. എല്ലാവരും ആദ്യം പറ, അയ്യോ. എന്താ വാക്കിൻ്റെ അർത്ഥം? അയ്യോ.
പാമ്പ് വേണമെന്നില്ല, പാറ്റ വന്നാൽ മതി. ഇല്ല മക്കളെ? അയ്യോ, അയ്യൻ, അപ്പൻ, തെയ്യം, ദൈവം, മലയാളത്തിലെ പഴയ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ടാവും. അയ്യൻ എന്നാൽ അപ്പൻ, അപ്പൻ എന്നാൽ ദൈവം. ഇപ്പം നമ്മുടെ കുഞ്ഞുമക്കളിൽ ചിലരൊക്കെ പറയില്ലേ, പാറ്റയും പഴുതാരയും കാണുമ്പോൾ ഓ മൈ ഗോഡ്. അത് തന്നെ നമ്മുടെ വല്യമ്മമാരും വല്യമ്മച്ചമാരും പറഞ്ഞുകൊണ്ടിരുന്ന അയ്യോ ദൈവമേ രക്ഷിക്കണേന്ന്. കാലം മാറിയതനുസരിച്ച് വാക്കിൻ്റെ അർത്ഥം നമുക്ക് വിട്ടുപോയി. അപ്പോൾ ഭാഷയ്ക്ക് കാലത്തിൻ്റെ പരിമിതിയുണ്ട്. ഭാഷയ്ക്ക് ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതി ഉള്ളതുകൊണ്ട് ലോകത്തറിവുള്ള ഒരു ഗുരുക്കന്മാരും ദൈവം ഇതാണ് എന്ന് അസർട്ടീവായി ഒരു ഡോഗ്മയും പറയില്ല. ദൈവം ഇതാണെന്ന് പറയില്ല. ഭാരതത്തിൻ്റെ തത്വവിചാരത്തിൽ പറയുന്നത് പോലെ നേതി നേതി, ദൈവം ഇതല്ല ഇതല്ല ഇതല്ല. പൗരസ്ത്യ ക്രൈസ്തവരുടെ പാരമ്പര്യത്തിൽ പറയുന്നത് പോലെ അപ്പോഫാറ്റിക് തിയോളജി എന്നൊരു പേര് തന്നെയുണ്ട്. മഹാനായ ഗുരു ലാവോസു വളരെ പണ്ട് പറഞ്ഞു വെച്ച ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. അദ്ദേഹം പറയുന്നുണ്ട്, അറിയുന്നവൻ പറയുന്നില്ല, പറയുന്നവനൊട്ട് അറിയുന്നുമില്ല. അറിയുന്നവൻ പറയുന്നില്ല, പറയുന്നവനൊട്ട് അറിയുന്നുമില്ല. കാരണം അറിയുന്നവന് പറയാൻ പറ്റില്ല, കാരണം ദാറ്റ് ഈസ് അൺസ്പീക്കബിൾ. ഏത് ഭാഷയിൽ പറയും അവൻ്റെ ദൈവാനുഭവം? ഭാഷയ്ക്ക് ദേശത്തിൻ്റെ പരിമിതിയുണ്ട്, ഭാഷയ്ക്ക് കാലത്തിൻ്റെ പരിമിതിയുണ്ട്. ദേശകാല പരിമിതിയുള്ള ഒരു ഭാഷയിൽ എങ്ങനെയാണ് ഈ അണ്ടകടാഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാസത്യത്തെ വർണ്ണിക്കാനാവുക? അത് ഇന്നതാണെന്ന് ചുരുക്കി പറയാനാവുക? അതുകൊണ്ടാണ് ഇത് കഥാരൂപത്തിൽ കഥനം ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നല്ല പഠിപ്പിക്കേണ്ടത് കുഞ്ഞുങ്ങളെ. പിന്നെയോ, ദിസ് ഈസ് ബിയോണ്ട് റാഷണൽ. ഇത് യുക്തിക്കതീതമാണ്. വേദം യുക്തിക്കതീതമാണ്. ഇപ്പോൾ വളരെ ശാസ്ത്രീയമായ ടെമ്പർ കൊണ്ട് ചിലപ്പോൾ ഈ ലോകം നമ്മളോട് പറയുന്നു ദൈവമില്ല, പള്ളി വേണ്ട, ആരാധന വേണ്ട, ഇതൊന്നും യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറയുമ്പോൾ തിരിച്ച് പഠിപ്പിക്കാൻ നമുക്ക് ശേഷിയുണ്ടാവണം. ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നല്ല. ദിസ് ഇസ് നോട്ട് ഇറാഷണൽ, ദിസ് ഇസ് ബിയോണ്ട് റാഷണൽ. ഇത് യുക്തിക്കതീതമാണ്. ഈ ദൈവാനുഭവം, ഇതിൽ ഉൾക്കൊള്ളുന്ന സത്യവേദ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്ന സത്യവേദം യുക്തിക്കതീതമാണെന്ന് പഠിപ്പിക്കാൻ നമുക്കാവണം. വീണ്ടും ഏദൻ തോട്ടം നമ്മളോട് പറയുന്നത് വെളിച്ചത്തെക്കുറിച്ചാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്നിങ്ങനെ ഞാൻ വായിച്ചു പോയപ്പോൾ സമയം കളയാൻ വായിച്ചതല്ല, ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ്. എത്രാമത്തെ ദിവസമാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത്? വേദപുസ്തകം നോക്കി കോപ്പി അടിക്കരുത്. SI പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്ന കാലമാണ്. ഞാൻ വേണേൽ ഒരു ക്ലൂ തരാം. ഇപ്പോഴത്തെ റിയാലിറ്റി ഷോ എല്ലാം വന്നേ പിന്നെ എന്ത് ചോദിച്ചാലും ക്ലൂ വേണമല്ലോ. എത്രാമത്തെ ദിവസമാണ്? അതിൻ്റെ ക്ലൂ ഉണ്ട്. എത്രാമത്തെ ദിവസമാണ്? 4-ാം ദിവസം. 4-ാമത്തെ ദിവസമാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയത്. നമ്മൾ പകൽ പരസ്പരം കണ്ടുമുട്ടുന്നത് സൂര്യൻ്റെ വെളിച്ചത്തിലാണ്. വൈകിട്ട് ചന്ദ്രൻ്റെ വെളിച്ചത്തിലോ അല്ലെങ്കിൽ 10-100 വർഷം പഴക്കമുള്ള ഈ ലൈറ്റിൻ്റെ വെട്ടത്തിലുമാണ്. അപ്പോൾ 1-ാമത്തെ ദിവസം ദൈവം എന്തോ സൃഷ്ടിച്ചത്? ആലോചിച്ച് പറയണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പറിച്ച് ഉപദേശങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു പ്രായം എനിക്കുണ്ട്, ഇപ്പോഴും ആവശ്യമുണ്ട്. അപ്പം അന്ന് ഞങ്ങളുടെ ഒരു സാറ് പറഞ്ഞത് അനുസരണം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും ചാടി പറഞ്ഞു, പറഞ്ഞാൽ കേൾക്കുന്നതാണ്. സാറ് പറഞ്ഞു, പറഞ്ഞാൽ കേൾക്കുന്നതല്ല അനുസരണം, പറയാതെ കേൾക്കുന്നതാണ്. പറഞ്ഞാൽ കേൾക്കുന്നതല്ല അനുസരണം, പറയാതെ കേൾക്കുന്നതാണ്. തോട്ടത്തിൽ വെച്ച് ദൈവം ആദമിനോട് പറഞ്ഞു,
ഇക്കോ സ്പിരിച്വാലിറ്റിയൊക്കെ പഠിപ്പിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പിതാവ് ഇങ്ങനെ ഒരു സൂചന നൽകുന്നത്. ഏദൻ തോട്ടത്തിൽ എന്തെല്ലാം സംഗതികളുണ്ട്. 4 അരുവികൾ. അരുവികളിൽ നിന്നോ പുഴകളിൽ നിന്നോ നദികളിൽ നിന്നോ എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ഉണ്ട്. 2 കാര്യം പഠിക്കാനുണ്ട്. ഒഴുകുന്ന വഴിക്കെല്ലാം പച്ചപ്പുണ്ടാക്കണം. അതുപോലെ തന്നെ രണ്ടാമത്, ഇതൊഴുകിപ്പോകുന്ന ഒഴുകിപ്പരക്കുന്ന വഴികളിലുള്ള കൂർത്ത കല്ലുകളെയെല്ലാം മെല്ലെ മെല്ലെ മൃദുവായി തലോടി മൃദുവാക്കിയെടുക്കണം. ആ മൂർച്ചകളെയൊക്കെ ഒന്ന് മൃദുവാക്കിയെടുക്കണം. നമ്മുടെ ജീവിതത്തിന് 2 സാധ്യതയുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ, നമ്മൾ എത്തുന്ന ഇടങ്ങളിൽ നമ്മളൊരു അനുഗ്രഹമായിരിക്കണം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്നാണ്. നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിൽ നാം ഒരു ബ്ലെസ്സിങ് ആയിരിക്കണം. പോകുന്ന വഴിക്കെല്ലാം പച്ചപ്പുണ്ടാക്കണം, സമൃദ്ധി ഉണ്ടാക്കണം. അതുപോലെ തന്നെ എത്രയോ മൂർച്ചയേറിയ ആരോപണങ്ങൾ, എത്രയോ മൂർച്ചയേറിയ അധിക്ഷേപങ്ങളുമായി മനുഷ്യർ നമ്മളുടെ നടവഴികളിൽ കാത്തിരിപ്പുണ്ട്. പക്ഷെ ജീവിതത്തിൽ നിരന്തരമായ ക്ഷമയോടുകൂടി അത്തരം മൂർച്ചയുള്ള മനുഷ്യരെ മിനുസപ്പെടുത്തുന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ജീവിതം നാം ക്രമപ്പെടുത്തുന്നുവെങ്കിൽ യു വിൽ ബി എ ബ്ലെസ്സിങ്. ഏദൻ തോട്ടത്തിൽ മരങ്ങളുണ്ട്. അതിൽ നിന്ന് വല്ലതും പഠിക്കാനുണ്ടോ? ഏതെങ്കിലും പ്ലാവ് ചക്ക തിന്നിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും മാവ് മാങ്ങ തിന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇതെല്ലാം ആരാ തിന്നുന്നേ? നമ്മളാ തിന്നുന്നത്. ഖലീൽ ജിബ്രാന്റെ ഒരു കവിതയിൽ പറയുന്നത് പോലെ, നിങ്ങളുടെ തോട്ടത്തിലെ മാവ് നിറയെ മാമ്പഴം കായ്ച്ചു നിൽക്കുമ്പോൾ ആ മാവിൻ്റെ അടിയിൽ കൂടി കടന്നു പോകുന്നത് ധനികനാണോ ദരിദ്രനാണോ രോഗിയാണോ നിസ്വനാണോ അലസനാണോ പഠിതാവാണോ ഇതൊന്നും നോക്കാതെ ഞെട്ടറ്റ് വീഴേണ്ട പാകമാകുമ്പോൾ മാമ്പഴം പൊഴിക്കും. 100% കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഈ മരങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. തണലും പഴവും ഒക്കെ നമ്മളോട് ദശാംശം കൊടുക്കുന്ന കാര്യം പറയുന്നുള്ളൂ. നമ്മൾ കേൾക്കുന്നതും പറയുന്നതും ദശാംശത്തിൻ്റെ കാര്യമാണ്. പക്ഷേ ഈ മരങ്ങൾ പറയുന്ന 100% കൊടുക്കുന്ന ഒരു ജീവിതശൈലിയെക്കുറിച്ചാണ്. ഇനി കിളികൾ എന്താ പഠിപ്പിക്കുന്നത്? ഏതെങ്കിലും കാക്ക താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കോഴി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു ടെൻഷനും ഇല്ല ഇതിനൊന്നും. എത്രമേൽ നിരാകുലമായിട്ടാണ് ജീവിക്കുന്നത്. ആകാശപ്പറവകളെ നോക്കി പഠിക്കാൻ പറഞ്ഞത് ഞാനല്ല, ക്രിസ്തുവാണ്. എന്താ ഈ ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? പരീക്ഷയുടെയൊക്കെ എന്താണ് ടെൻഷൻ? ഗുരു നിത്യ പറയുന്നത് ടെൻസുമായി ബന്ധപ്പെട്ടതാണ് ടെൻഷൻ എന്നാണ്. പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, 3 ടെൻസാണല്ലോ. അതായത് നിങ്ങളോടിപ്പോൾ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു, നാളെ ഒരു ഹോംവർക്ക് ചെയ്യണം. വെള്ളിയാഴ്ച പറഞ്ഞു വിട്ടതാണ്. നിങ്ങളിപ്പോൾ കൺവെൻഷൻ്റെ സമാപനമൊക്കെയാണ്. അഭിയന്യ തിരുമേനി കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് വരാതിരിക്കാനും പറ്റില്ല. ഇവിടെ വന്ന് കൺവെൻഷൻ കേട്ടു ആകെ ക്ഷീണിച്ച് വീട്ടിൽ ചെന്ന് ഈ കാര്യം അങ്ങ് മറന്നുപോയി. നാളെ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത് ഓർക്കുന്നത്. നാളെ രാവിലെ സ്കൂളിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസാണ്. ആ പ്രസൻറ്റ് ടെൻസിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആലോചിക്കുവാണ്, അയ്യോ മിനിയാന്ന് എനിക്കൊരു ഹോംവർക്ക് തന്നായിരുന്നല്ലോ. അപ്പോൾ അതേത് ടെൻസാ? പാസ്റ്റ് ടെൻസ്. ഈ ഹോംവർക്ക് ചെയ്യാതെ ഞാൻ സ്കൂളിലോട്ട് ചെന്നാൽ ആ ടീച്ചറുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ. അതേത് ടെൻസാ? ഫ്യൂച്ചർ ടെൻസ്. ഈ പ്രസൻറ്റ് ടെൻസിലോട്ട് ആവശ്യമില്ലാതെ പാസ്റ്റ് ടെൻസിനെയും ഫ്യൂച്ചർ ടെൻസിനെയും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ടെൻസ്ഡായി. ഒരു കസേരയിൽ ഒരാൾ ഇരിക്കേണ്ടടുത്ത് 3 കയറി എന്നാൽ എന്താ സംഭവിക്കുക? അതുകൊണ്ടാണ് അറിവുള്ള ഗുരുക്കന്മാരൊക്കെ പറയുന്നത് പ്രസൻറ്റ് ഈസ് ദ പ്രസൻറ്റ് ഓഫ് ഗോഡ്. എക്കാർട്ട് ടോളിയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ ദ പവർ ഓഫ് നൗ എന്നാണ്. ദ പവർ ഓഫ് നൗ, ഈ നിമിഷത്തിൻ്റെ ശക്തി. പ്രസൻറ്റ് ഈസ് ദ പ്രസൻറ്റ് ഓഫ് ഗോഡ്.
ഈ നിമിഷം ദൈവത്തിൻ്റെ സമ്മാനമാണ്. നിരാകുലമായി ജീവിക്കാൻ ഈ നിമിഷം എന്ന് പറയുന്നത് പ്രസന്റ് ഈസ് ദ ഡോർ ടു എറ്റേണിറ്റി. നിത്യതയുടെ വാതിലാണ്. ക്രിസ്തു നമ്മളോട് പറയാൻ ശ്രമിച്ചത് മുഴുവൻ നിത്യജീവനെക്കുറിച്ചാണ്. ഇന്നലെക്കുറിച്ചോ നാളെക്കുറിച്ചോ അല്ല, ഈ നിമിഷത്തിലെ ജീവനെക്കുറിച്ചാണ്. ഡു യു ഹാവ് സംതിങ് ഫ്രഷ് എന്നാണ് ഉദ്ധാനത്തിന് ശേഷം തിബരിയസ് കടൽ തീരത്ത് വെച്ച് അവൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. തന്നെ ഉപേക്ഷിച്ച് മീൻ പിടിക്കാൻ പോയി അവരോട് ചോദിക്കുന്നത്, ഇപ്പോൾ പിടിച്ച മീൻ വല്ലതും ഉണ്ടോ? ഡു യു ഹാവ് സംതിങ് ഫ്രഷ്? ഈ നിമിഷത്തിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ശീമോൻ പത്രോസിനോട് അല്ലേലും നീ എന്നെ തള്ളിപ്പറയുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നല്ലല്ലോ പറഞ്ഞത്. ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു. ഈ നിമിഷം നീ എന്താണ് ചിന്തിക്കുന്നത്? ഈ നിമിഷം നീ എന്താണ് ചെയ്യുന്നത്? ഈ നിമിഷമാണ് നിരാകുലമായി ജീവിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പവഴി. ഈ നിമിഷത്തിലെ ജീവിതമാണ്. ഇനി ഏദൻ തോട്ടത്തിലെ പൂക്കളിൽ നിന്ന് വല്ലതും പഠിക്കാനുണ്ടോ? ഇത്തിരി പോകുന്ന ഒരു പൂവിൻ്റെ അടുത്ത് ചെല്ലണം. നാളെ രാവിലെ 10 മണിപ്പൂവോ അല്ലെങ്കിൽ 4 മണിപ്പൂവോ, ഒറ്റ ദിവസത്തെ ആയുസേ ഉള്ളൂ. ഈ പൂക്കളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിക്കണം, ആകെ ഒരു ദിവസത്തേക്ക് മാത്രം വിരിഞ്ഞു നിൽക്കുകയാണ്, എന്താ അതിൻ്റെ പ്രയോജനം? അപ്പം ആ പൂ പറയും, ഈ ദിവസം ഈ ലോകത്തിൻ്റെ ഇന്നത്തെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്നെ കൊണ്ടായി. ഈ ലോകത്തിൻ്റെ ഇന്നത്തെ സൗന്ദര്യവും സൗരഭ്യവും വർദ്ധിപ്പിക്കാൻ എന്നെ കൊണ്ടായി. ഓ, അത് കേട്ടിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞു നടക്കുവാണ്, ഒന്ന് പുച്ഛിച്ചിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ ആ പൂ വിളിക്കും. പൂ വിളിച്ചിട്ട് ചോദിക്കും, എത്ര വയസ്സായി? എല്ലാവരും അവരവരുടെ പ്രായം പറയണം പൂവിനോട്. അപ്പോൾ പൂ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ഇത്രയും കൊല്ലമായല്ലോ വിരിഞ്ഞങ്ങ് നിൽക്കാൻ തുടങ്ങിയിട്ട്, ഇത്രയും കൊല്ലമായല്ലോ വിരിഞ്ഞങ്ങ് നടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നിന്റെ സമുദായത്തിൻ്റെ, നിന്റെ സമൂഹത്തിൻ്റെ, നിന്റെ കുടുംബത്തിൻ്റെ സൗരഭ്യവും സൗന്ദര്യവും നിനക്ക് എത്രമേൽ വർദ്ധിപ്പിക്കാനായിട്ടുണ്ട്? അതോ ഉള്ളതും കൂടി തച്ച് തകർക്കാനേ പറ്റിയിട്ടുള്ളൂ? ഇത്തിരി പോകുന്ന ഒരു പൂവ് നമ്മളെ വെല്ലുവിളിക്കും. ഇനി ഏദൻ തോട്ടത്തിൽ മൃഗങ്ങളുണ്ട്. ഈ മൃഗങ്ങൾക്കെല്ലാം മനുഷ്യർക്കില്ലാത്ത ഒരു 6ാം ഇന്ദ്രിയം ഉണ്ടെന്ന് വേണം വേദപുസ്തകം നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഏലിയാവിന് അപ്പം കൊടുക്കുന്നത് ഒരു കാക്കയാണ്, ദാനിയേലിൻ്റെ മുമ്പിൽ ഉപവസിക്കുന്നത് ഒരു സിംഹമാണ്, ബിലയാമിനെ അനുസരണം പഠിപ്പിക്കുന്നത് ഒരു കഴുതയാണ്, യോനയെ അനുസരണം പഠിപ്പിച്ച് അനുതാപത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു തിമിംഗലമാണ്. സഭാചരിത്രത്തിലാണെങ്കിൽ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ പ്രഭാഷണം കേൾക്കാൻ പറവകളിങ്ങനെ പാറിപ്പറന്നിറങ്ങി വരുമായിരുന്നു എന്നാണ് പറയുക. പാതുവയിലെ അന്തോണിയോസിൻ്റെ പ്രസംഗം കേൾക്കാൻ മത്സ്യങ്ങൾ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ചെകിളകൾ പൊന്തിച്ചുയർന്നു വരുമായിരുന്നു എന്ന് പറയുന്നു. സാറാ ജോസഫിൻ്റെ ഒരു നോവലുണ്ടല്ലോ, ആദിയിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഈ ചതിപ്പിലെത്തിയതെന്ന് അമ്മയോട് മക്കൾ ചോദിക്കുന്നു. അപ്പം അമ്മ പറയുകയാണ്, നമ്മൾ ജീവിച്ചിരുന്ന നാട്ടിൽ തിന്നാ കുറ്റം, തൊട്ടാ കുറ്റം, മിണ്ടിയ കുറ്റം, എല്ലാത്തിനും കുറ്റം, ചവിട്ടോട് ചവിട്ട്, നെഞ്ചത്ത് ചവിട്ട്, വയറ്റത്ത് ചവിട്ട്, ഇറങ്ങിപ്പോന്നു, ഇറങ്ങി ഓടി, രാമാനം ഇറങ്ങി ഓടി ഇവിടെ എത്തി. ഇവിടെ മരങ്ങൾക്ക് തീണ്ടലും തൊടിയിലുമില്ല, മീനുകൾ കൊച്ചാട്ടറിയില്ല, പക്ഷികൾ ജാതിഭേദം പറഞ്ഞില്ല, വാ 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 എന്ന് വിളിച്ച് അവർ നമ്മളെ ഇവിടെ പാർപ്പിച്ചു. എങ്ങനെയാണ് ഈ പ്രകൃതിയിൽ ജീവിക്കേണ്ടതെന്ന് ഏദൻ തോട്ടം നമ്മളെ ഓർമ്മിപ്പിക്കും. ഈ പ്രകൃതിയിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ക്രിയേഷനാണ് മനുഷ്യൻ. വേദപുസ്തകം അനുസരിച്ചാണെങ്കിലും എവല്യൂഷൻ അനുസരിച്ചാണെങ്കിലും നമ്മളെക്കാട്ടിൽ സീനിയറാണ് ഈ പാറ്റയും പഴുതയും പല്ലിയും ഒക്കെ കേട്ടോ. ഒരു സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ നമ്മൾ സീനിയേഴ്സിനെ ഒന്ന് ബഹുമാനിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ, വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് പോലെ, ഈ ഭൂമിയുടെ അവകാശികളായി ഈ ഭൂമിയിൽ ഇപ്പോഴും നിലകൊള്ളുന്ന ഈ പറയുന്ന മൃഗജാലങ്ങളെയും മരങ്ങളെയും എല്ലാം സ്നേഹപൂർവം ചൂഷണത്തിന് വേണ്ടി അല്ലാതെ അതിനെ സമീപിക്കാനുള്ള ഒരു വിവേകം സൂക്ഷിക്കാൻ ഈ ചൂട് കൂടുന്ന കാലാവസ്ഥയിൽ വേദപുസ്തകം
നമ്മളോട് പറയുന്നുണ്ട്. ഏദൻ തോട്ടത്തിലെ ലോകക്രമം നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ ലോകം പെട്ടകത്തിലെ ലോകമാണ്. നോഹയുടെ പെട്ടകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ്. ലോകത്തിലെ ഓരോ ജഡവും താൻ്റെ വഴി വഷളാക്കിയ കാലം. വലിയൊരു പ്രളയമുണ്ടാവുകയാണ്. ദൈവം ആ തലമുറയിൽ നീതിമാനായി കണ്ട നോഹയോട് ഒരു പെട്ടകമുണ്ടാക്കാൻ പറയുന്നു. അതിന് അളവ് കൊടുക്കുന്നു. ദൈവം പറഞ്ഞതുപോലെ അവൻ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്നാണ് തിരുവെഴുത്തിൽ ഒന്നുകൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോഹയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ വായനകൾ സഭാ പാരമ്പര്യത്തിലുണ്ട്. നോഹ മശിഹായുടെ പ്രതീകമാണെന്നും വെള്ളപ്പൊക്കം മാമോദീസയുടെ പ്രതീകമാണെന്നും പെട്ടകം സഭാജീവിതത്തിൻ്റെ പ്രതീകമാണെന്നും കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കുള്ളതിൻ്റെ സഞ്ചാരം സ്ലീബായാലുള്ള രക്ഷയുടെ പ്രതീകമാണെന്നുമൊക്കെ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളും വായനകളും നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് സഭാ പാരമ്പര്യത്തിലുണ്ട്. എന്നാൽ ഒന്ന് മാത്രം നമ്മൾക്കിവിടെ എടുക്കാം. നോഹയുടെ പെട്ടകം സഭാജീവിതത്തിൻ്റെ, പള്ളി ജീവിതത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ വർത്തമാനകാല ആരാധനാ സമൂഹ ജീവിതത്തിൻ്റെ പ്രതീകമാണെന്ന് മാത്രം എടുക്കാം. പള്ളിയെന്നോ സഭയെന്നോ പറയുന്നത് സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കണക്കെടുപ്പ് സ്ഥലമല്ല. പിന്നെയോ അത് നിത്യജീവനിലേക്ക് മനുഷ്യനെ നയിക്കുന്ന രക്ഷാ സങ്കേതമാണ്. അത് പ്രതികൂലമായ കാലാവസ്ഥകളിൽ ഉൾക്കാഴ്ചയോടെ പണിത തീർത്തിട്ടുള്ളതാണ്. വേദപുസ്തകത്തിൻ്റെ ചരിത്രം അത് കൃത്യമായി സഭയുടെ കെട്ടുപണിയെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. മശിഹ എന്ന മൂലക്കല്ലിൽ അപ്പോസ്തോലന്മാരിൽ പണിയപ്പെട്ടിരിക്കുന്നതാണ് സഭാഗാത്രം എന്നുള്ളത് കൃത്യമായി വേദപുസ്തകം നമ്മളോട് പഠിപ്പിക്കുന്ന പാഠമാണ്. നോഹ പെട്ടകം പണിയുമ്പോൾ ആകാശത്തൊരു മഴക്കാറ് പോലുമില്ല. എത്രയോ ആളുകൾ അധിക്ഷേപിച്ച് കാണും, എന്തിനാണ് നീ ഇത്രയും വലിയ പെട്ടകം പണിയാൻ പോകുന്നത്? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത്, മുമ്പേ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ പ്രാർത്ഥിക്കുന്നത് കേട്ടു, 4 പേരെയെങ്കിലും സുവിശേഷ വേലയ്ക്ക് അയക്കുന്നതിനെ കുറിച്ച്. ഇന്നത്തെ കാലത്ത് എല്ലാ വിഷയത്തിനും A+ കിട്ടിയ ഏത് കൊച്ചിനെയാണ് ഈ പണിക്ക് വിടുന്നത്? എല്ലാ വിഷയത്തിനും A+ കിട്ടിയ ഏത് കുഞ്ഞിനെയാണ് പൗരോഹിത്യ വേലയ്ക്കോ സുവിശേഷ വേലയ്ക്കോ വിടുന്നത്? കാരണം ഇത് ഏറ്റവും മോശപ്പെട്ട പണിയല്ലേ? ഏറ്റവും വലിയ തട്ടിപ്പുകാരിപ്പോൾ നമ്മളല്ലേ? എല്ലാ ചാനലുകാരും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മുഴുവൻ തട്ടിപ്പാണെന്നാണ്. അപ്പോൾ പിന്നെ വിവേകമതികളായ ആരെയും ഈ പണിക്കൊന്നും വിടേണ്ട ആവശ്യമില്ലല്ലോ. വിമർശനങ്ങൾ നല്ലതാണ്, പക്ഷേ പകരം വയ്ക്കുന്ന വിമർശനങ്ങൾ ഉണ്ടാവണം, ക്രിയാത്മക വിമർശനങ്ങൾ ഉണ്ടാവണം. ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെല്ലാം മോശപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പരിശീലിപ്പിച്ച് നിങ്ങൾക്ക് ഉപയുക്തമെന്ന് തോന്നുന്ന രീതിയിൽ ഒരു നേതൃത്വത്തെ വാർത്തെടുക്കാനുള്ള ആർജവം ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാവണം. അതാണ് വേണ്ടത്. ഞങ്ങൾ മോശമാണ്, സമ്മതിക്കാം, പക്ഷേ നിങ്ങളൊരു ആർജവം കാട്ടണം. ഏറ്റവും വിവേകമുള്ള, ഏറ്റവും വിശുദ്ധിയുണ്ടെന്ന് തോന്നുന്ന, ഏറ്റവും മാതൃകയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ മക്കളെ ദൈവവേലയ്ക്ക് വിടണം. അങ്ങനെയാണ് സഭ നവീകരിക്കപ്പെടുന്നത്, അങ്ങനെയാണ് സഭ വിശുദ്ധീകരിക്കപ്പെടുന്നത്, സഭയിൽ നവോത്ഥാനം ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മളെല്ലാവരും ഒരുപോലെ ഇതെല്ലാം മോശമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എസ്രായും നെഹമ്യാവും ആ കാലത്ത് എഴുന്നേറ്റതുപോലെ നാം എഴുന്നേറ്റ് പണിയുക യെരൂശലേമിന്റെ മതിലുകളെ. സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും എന്ന് പറയാനുള്ള ഒരാത്മവിശ്വാസം, ഒരാത്മധൈര്യം, ഒരു മാതൃകാ ജീവിതം ഓരോ അപ്പനും ഓരോ അമ്മയ്ക്കും ഉണ്ടാവണം. നോഹ തന്റെ പരിഹാസങ്ങൾ കേട്ടതൊന്നും വകവെക്കുന്നതേയില്ല. അത്രമേൽ പ്രതിലോമകരമായ കാലാവസ്ഥയായിരുന്നിട്ടും അയാൾ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ദൈവം പറഞ്ഞ അളവിൽ ഒരു വ്യത്യാസവും നോഹ വരുത്തുന്നില്ല. ഇന്നാളുകൾ പറയുന്നത് കാലോചിതമായി സഭകൾ മാറണം, കാലത്തിനനുസരിച്ച് കോലം കെട്ടണമെന്നാണ്. പക്ഷെ ഒന്നുണ്ട്, വേദപുസ്തകത്തിൽ അന്നും ഇന്നും എഴുതിയിരിക്കുന്നത് അനുസരണം ബലിയേക്കാൾ നല്ലതെന്നാണ്, അല്ലാതെ അനുകരണം ബലിയേക്കാൾ നല്ലതെന്നല്ല. അനുകരണം ബലിയേക്കാൾ നല്ലതെന്നല്ല, അനുസരണം ബലിയേക്കാൾ നല്ലത് എന്നാണ്. ഇത്തിരി വെള്ളം ചേർക്കരുതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്.
ഇത്തിരി വെള്ളം ചേർത്താൽ എന്ത് പറ്റും? പെട്ടകം മുങ്ങും. പെട്ടകത്തിനകത്ത് വെള്ളം കയറിയാൽ വള്ളം മുങ്ങും. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് വിവാഹമോചനത്തിലേക്ക് പോകുന്നത്? നമ്മൾ ചിന്തിക്കണം. നമ്മളുടെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന അതിരുകൾ നമ്മൾ ലംഘിക്കുകയാണ്. വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ പിതാക്കന്മാരുടെ അതിരുകളെ ലംഘിക്കരുത്. നമ്മൾ ഏത് സമ്പ്രദായത്തിലാണോ പഠിച്ചു വന്നിരിക്കുന്നത്, ഏത് ധർമ്മമാണോ ആചരിച്ചു വരുന്നത്, ആ ധർമ്മത്തിൽ പരിപൂർണമായ നിഷ്ഠ പുലർത്താൻ, അതിനോട് പരിപൂർണമായ ആത്മാർത്ഥത പുലർത്താൻ നമുക്കാവാതെ പോകുന്നതിൻ്റെ പരിണതിയാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ ദുർബലത, അവരുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവുന്നത്, അവരുടെ മനസ്സിന് കരുത്തില്ലാതെ പോകുന്നത്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഗുണമേന്മയുള്ള ജീവിതം കൈമാറ്റം ചെയ്യുവാൻ നമുക്കാവാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആ ആത്മീയ തീഷ്ണതയുടെ ചൂടും നമ്മുടെ മക്കൾക്ക് സമ്മാനിക്കാൻ നമ്മൾക്കാവാതെ പോകുന്നത് കൊണ്ടാണ്. ഗൗരവത്തിലായിപ്പോ അല്ലേ? ഒരു കഥ പറയാം. ഒരു കുഞ്ഞ് 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ തൊട്ടടുത്തിരിക്കുന്ന കൊച്ചിൻ്റെ പെൻസിലൊന്നെടുത്തു. അവനത് കണ്ടിട്ട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. പെൻസിൽ തരാൻ പറഞ്ഞു. അപ്പോൾ ഇവന് വാശിയായി. പിന്നെ പെൻസിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവൻ നേരെ പോയി ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു, എൻ്റെ പെൻസിൽ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾക്കറിയാലോ, നമ്മൾ ഈ 1990 മുമ്പ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയാവുന്നതിന് മുമ്പ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഡ്രില്ല് മാഷ് വന്ന് 2 തരും, പ്രശ്നം തീരും. പക്ഷേ ഇപ്പോൾ കൂടുതൽ ഫീസ് കൊടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ദൂരെയുള്ള സ്കൂളുകളിലേക്ക് ബസ്സൊക്കെ കയറ്റി വിടുന്നത് കൊണ്ട് ടീച്ചർമാർക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തമാണ്. ക്ലാസ് ടീച്ചർക്ക് ഈ കംപ്ലയിൻറ്റ് കിട്ടി. ക്ലാസ് ടീച്ചർ നേരെ പ്രിൻസിപ്പളിന് ഫോർവേഡ് ചെയ്തു. പ്രിൻസിപ്പൾ കേസെല്ലാം കൂടെ എടുത്തിട്ട് നേരെ അപ്പനെ വിളിച്ചു, ചെറുക്കൻ്റെ അപ്പനെ. നിങ്ങളുടെ കുഞ്ഞിനൊരു മോഷണ സ്വഭാവമുണ്ട്, എത്രയും പെട്ടെന്ന് അവനെ ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞു. വൈകുന്നേരം ഈ ചെറുക്കൻ വീട്ടിലോട്ട് വരികയാണ്. അപ്പൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പനിവിടെ പീലാത്തോസിനെ പോലെ വിചാരണ ചെയ്യാനിരിക്കുന്നു. ചെറുക്കനാണെങ്കിൽ എടുത്താൽ പൊങ്ങാത്ത ഒരു ബാഗുമായിട്ട് കർത്താവ് ഗോകുൽത്തായിലോട്ട് പോകുന്ന പോലെ ഒരു വരവ് വരുന്നുണ്ട്. അപ്പൻ്റെ മുമ്പിൽ വന്നു. അപ്പൻ ചോദിച്ചു, ഇന്ന് നിന്നെ ടീച്ചർ സ്കൂളിൽ വഴക്ക് പറഞ്ഞു? വഴക്ക് പറഞ്ഞു. എന്തിനാ വഴക്ക് പറഞ്ഞു? ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ പെൻസിൽ എടുത്തേന്. അപ്പൻ്റെ അടുത്ത മറുപടി എന്നാണെന്നറിയാമോ? നീ എന്തിനാണ് വല്ലവൻ്റെയും പെൻസിൽ എടുക്കാൻ പോകുന്നത്? നിനക്കാവശ്യമുള്ളത് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് അടിച്ചുകൊണ്ട് വരുന്നില്ലേ? ഇങ്ങനെ തലമുറ കൈമാറി കെടാതെ നമ്മൾ സൂക്ഷിക്കും. അതിൻ്റെ കാര്യമല്ല പറയുന്നത്. നമ്മുടെ പിതാക്കന്മാർ സൂക്ഷിച്ചിരുന്ന ആത്മീയ തീഷ്ണത, അത് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നോഹയുടെ പെട്ടകം പള്ളിയുടെ പ്രതീകമാണ്, സഭയുടെ പ്രതീകമാണെന്ന് പറഞ്ഞു. ചില സിനിമകളുടെയൊക്കെ മുമ്പ് അവരെഴുതി കാണിക്കാറുണ്ട്, ഇനി പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും യാദൃശ്ചികത അല്ല നിങ്ങൾക്ക് സാമ്യം തോന്നുന്നെങ്കിൽ അത് തികഞ്ഞ യാദൃശ്ചികത മാത്രമായിരിക്കും. ഒരു വാണിംഗ്. നോഹയുടെ ജീവിതം സഭയുടെ പ്രതീകമാണ്, പള്ളിയുടെ പ്രതീകമാണ്. നോഹയുടെ പെട്ടകത്തിലെ ജീവിതം, ആ പെട്ടകത്തിൽ ആനയുണ്ട്, മയിലുണ്ട്, ഒട്ടകമുണ്ട്, കുരങ്ങുണ്ട്, ചെവീടുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, പുലിയുണ്ട്, മാനുണ്ട്, മുയലുണ്ട്, എല്ലാമുണ്ട്. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ കടിക്കുന്നതുണ്ട്, കുരയ്ക്കുന്നതുണ്ട്, ചലയ്ക്കുന്നതുണ്ട്, കുത്തുന്നതുണ്ട്, പുറകിൽ നിന്ന് കുത്തുന്നതുണ്ട്. പൊതുയോഗത്തിൻ്റെ കാര്യമല്ല, ഇതാ ഞാൻ പറഞ്ഞത്, വാണിംഗ് തന്നത്. പള്ളി പൊതുയോഗത്തിൻ്റെ ഉടനെ എല്ലാവരും അതിലേക്ക് പോയി. വെറുതെ കിടന്ന് ചലയ്ക്കുന്നതുണ്ട്. ഇങ്ങനെ എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. പക്ഷേ അതുങ്ങൾക്കിടയിൽ എന്തൊരു അനുരഞ്ജനമായിരുന്നു. ഒരു സിംഹം പോലും ഒരു മാനിനെ കൊന്നിട്ടില്ല, ഒരു പാമ്പ് പോലും ഒരു കീരിയെ കൊന്നിട്ടില്ല. ഇല്ലെങ്കിൽ ബൈബിൾ അനുസരിച്ച് ഈരണ്ടായിട്ട് പോയത് തിരിച്ചറിഞ്ഞു വരുമ്പോൾ ഇവിടെ കാണത്തില്ലല്ലോ ഒന്നും, ഇല്ലേ? ഒന്നുമില്ല. അപ്പം ഇതുങ്ങൾ എന്തുകൊണ്ടാണ്
വിഷമുള്ളതും വിഷമില്ലാത്തതുമൊക്കെ ഒരു മനസ്സോടെ അനുരഞ്ജനത്തിൻ്റെ ഒരു ജീവനകല പാലിച്ചുകൊണ്ട് അതിനുള്ളിൽ കഴിഞ്ഞത് അതുങ്ങൾക്കറിയാമായിരുന്നു ഇതിന് പുറത്ത് അപകടമാണ്. ഇതാണ് രക്ഷാസങ്കേതം, സഭയാണ് രക്ഷാസങ്കേതം. ഇതിന് പുറത്തുള്ള ലോകം അപകടമാണ്. ലോകത്തെ പിടിച്ച് സഭയ്ക്കുള്ളിലാക്കിയാൽ ലോകം സഭയെ മുക്കിത്താഴ്ത്തും. യേശു തമ്പുരാൻ പഠിപ്പിക്കും, യു ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിലാണ്, പക്ഷെ നിങ്ങൾ ലോകത്തിനുള്ളവരല്ല. വെള്ളത്തിലാണ് സഞ്ചരിക്കുന്നത്, പക്ഷേ വള്ളത്തിൽ വെള്ളം കയറിയാൽ വള്ളം മുങ്ങും. നോഹയുടെ പെട്ടകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സഭാജീവിതത്തിൻ്റെ, ആരാധനാ ജീവിതത്തിൻ്റെ അളവ് വ്യത്യാസം കാട്ടാതെയുള്ള ജീവിതക്രമം സൂക്ഷിക്കുന്നതിനെക്കുറിച്ച്, പാലിക്കുന്നതിനെക്കുറിച്ചാണ്. ഇനി 8 മിനിറ്റും കൂടി ഉള്ളൂ. ഞാൻ 3ാമത്തെ ലോകത്തിലേക്ക് കയറുവാണ്. 3ാം ലോകം അബ്രാമിനോട് ദൈവം പറയുന്നു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഈ വരി കേൾക്കുമ്പോൾ തന്നെ അതിനൊരു മരണത്തിൻ്റെ ചുവയുണ്ട്. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഒരു മരണത്തിൻ്റെ സൂചനയുണ്ട് അവിടെ. എല്ലാം വിട്ടിട്ടൊരു പോക്ക് നമുക്കെല്ലാവർക്കും അനിവാര്യമായ ഒന്നാണ്. എന്നാൽ ഈ യാത്രയിൽ കൈമുതലായുള്ളത് ആ പറഞ്ഞവനിലുള്ള വിശ്വാസം മാത്രമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതിനെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ഇന്നേ വരെ നിരൂപിക്കപ്പെട്ടിട്ടുമില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നുണ്ട്. ഇതൊരു നിരുപാധികമായ വിശ്വാസത്തിൻ്റെ, ആശിക്കുന്നതിൻ്റെ ഉറപ്പിൻ്റെ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തിൻ്റെ പേരാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ഈ എടുത്തുചാട്ടത്തിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്തിന് നിർവചനം കൊടുക്കുന്നത് തന്നെ. ഇതാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമെന്ന്. ഇതൊരു അൺകണ്ടീഷണൽ ഒബീഡിയൻസ് ആണ്. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ നാം എല്ലാവരും ഒരുങ്ങിയിരിക്കുമ്പോൾ, വരുവാനുള്ള സ്വർഗരാജ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് ആദ്യം കയ്യിൽ വേണ്ടത് ഈ ഒരു വിശ്വാസത്തിൻ്റെ, വിശ്വാസമെന്നാൽ ഈ അൺകണ്ടീഷണൽ ഒബീഡിയൻസിൻ്റെ, നിരുപാധികമായ അനുസരണത്തിൻ്റെ ഒരു മനസ്സാണ്. ഇത് വീണ്ടും ഞാൻ പറയട്ടെ, യുക്തിക്കതീതമാണ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇതിലൊന്നും യാതൊന്നുമില്ല. പക്ഷേ ഇത് യുക്തിക്കതീതമാണ് വിശ്വാസം. ഫെയ്ത്ത് ഇസ് എ മാറ്റർ ബിയോണ്ട് റാഷണാലിറ്റി. ദ അനാട്ടമി ഓഫ് ഫെയ്ത്ത് എന്നൊരു പുസ്തകത്തിന് അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായി വിശ്വാസം പല തലങ്ങളിൽ പരിശോധന ചെയ്യപ്പെടുന്ന ഒരു കാലമാണിത്. ഒരു കഥയും കൂടെ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. ആചാര്യ വിനോബാവെ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കഥയാണ്. ഏകനാഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വാമി, അയാൾ എല്ലാ ദിവസവും വൈകിട്ട് തൻ്റെ ആശ്രമത്തിൽ ഒരു സത്സംഗം നടത്തും. ആശ്രമത്തിൽ നടത്തുന്ന ഈ സത്സംഗത്തിൻ്റെ ഒടുവിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കും. പക്ഷേ ഈ പങ്കെടുക്കുന്ന പ്രായമുള്ള ആളുകൾക്കൊക്കെ ഒരു ചെറിയ വീർപ്പുമുട്ടലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സ്വാമി സംസാരിക്കുന്ന ഒരു ചെറിയ ചിരിയോടെയാണ്. അപ്പോൾ ഈ ചെറിയൊരു പുഞ്ചിരി ഇയാൾക്കുണ്ട്. ഈ ചെറുപ്പത്തിൽ ഇയാൾക്ക് എന്താ ഇത്ര ആനന്ദം? നമുക്കൊക്കെ പ്രായമായിട്ട് ടെൻഷൻ കൂടി ഇങ്ങനെ വീർപ്പ് മുട്ടി മസിൽ പിടിച്ചിരിക്കുകയാണ്. ഇയാൾക്ക് ഈ ചെറുപ്പത്തിലെ ഇത്രയും ആനന്ദത്തിൻ്റെ കാരണം എന്താണെന്നൊരു വീർപ്പ് മുട്ടൽ. പക്ഷെ ചോദിക്കാൻ എല്ലാവർക്കും പേടി. സ്വാമിമാരല്ലേ, വലിയ തപസ്സൊക്കെ ഉള്ള ആൾക്കാരല്ലേ, ചോദിച്ചിട്ട് ഇയാൾക്ക് ഒന്നാതെ മൂക്കത്ത് ദേഷ്യമായിരിക്കും ഈ സ്വാമിമാർക്ക്, പെണ്ണൊന്നും കെട്ടാത്തതുകൊണ്ടേ. അപ്പം
അപ്പം വല്ലതും ശപിച്ചെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും ചോദിക്കുന്നില്ല ആരും. അപ്പം ആരും ഒന്നും ചോദിക്കാതിരിക്കണം. അവസാനം ഒരാൾക്ക് വീർപ്പ് മുട്ടലായിട്ട് അയാൾ എന്ത് ചെയ്തു? എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഈ സ്വാമിയുടെ അടുത്ത് വന്നു. സ്വാമി, അങ്ങേക്ക് എന്താ ഇത്ര ആനന്ദം, ഇത്ര ചെറുപ്പമാണല്ലോ? ഇത് പറഞ്ഞത് സ്വാമിയുടെ മുഖം മാറി. ഇന്നേക്ക് 3-ാം ദിവസം നീ മരിക്കും. നല്ല ആവശ്യമുള്ളതാണോ? ഇത്രയും കേട്ടത് അയാൾ പേടിച്ച് തിരിച്ചു. ബാക്കി കേൾക്കാൻ നിന്നില്ല, ഒറ്റ പോക്കാണ്. ആ പോയ വഴിക്ക് 10-14 വർഷമായിട്ട് കൂട്ടിയിടിച്ച മിണ്ടാത്ത അയലോക്കംകാരനെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ. എന്തൊരു സ്നേഹം! 3-ാം ദിവസം മരിക്കുമല്ലോ. സ്വർഗത്തിൽ പോകുമ്പോൾ ചോദിക്കത്തില്ല, കാരണം ഭയങ്കര സ്നേഹം. പോയ വഴിക്ക് ഷോപ്പിങ്, ഭാര്യയ്ക്ക് മക്കൾക്ക് എല്ലാം ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുന്നു, വീട്ടിലെത്തുന്നു. ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം 7 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ എന്തൊരു മാനസാന്തരം, ഭയങ്കര മാനസാന്തരം. കാരണം ഇന്നേ വരെ വീട്ടിൽ നല്ല സാധനം ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരുന്നില്ല. ഇന്നിപ്പം ഭയങ്കര സാധനം വാങ്ങിക്കുന്നു, ഭാര്യയ്ക്ക് സാരി വാങ്ങിക്കുന്നു. ഭാര്യ ആ സന്തോഷത്തിൽ അന്ന് ഭർത്താവിന് ഇഷ്ടമുള്ള കറികളൊക്കെ വെച്ച് കൊടുത്തു. അല്ലാത്തപ്പം ഭാര്യമാർ അവർക്ക് ഇഷ്ടമുള്ള കറികളെ വെക്കാറുള്ളൂ എന്നാണ് നാട്ടിൽ പറയുന്നത്. അപ്പോൾ ഇവർ മര്യാദയ്ക്ക് ചെന്ന ദിവസം അവർക്കിഷ്ടമുള്ള കറികളെല്ലാം വെച്ച് കൊടുത്തു. ഇയാൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വില്ലേജ് ഓഫീസിൽ പോയി. അവിടെ പോയി കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി, വിൽപ്പത്രം എല്ലാം എഴുതി, പള്ളിക്കിത്ര, നാട്ടുകാർക്കിത്ര, പള്ളിയുടെ പണിക്കിത്ര, എല്ലാം റെസീറ്റ് വെച്ചോണേ. സ്പോൺസർ ചെയ്യുന്നതിൻ്റെ എല്ലാം അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും. അപ്പോൾ ഇതെല്ലാം കൊടുത്തെല്ലാം റെഡിയാക്കി വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ബുധനാഴ്ചയാണ്. അപ്പോൾ ഈ സഭാ പാരമ്പര്യത്തിൽ ഈ ബുധനും വെള്ളിയൊക്കെ ഉപവാസമൊക്കെ ഉണ്ടല്ലോ. ഇയാൾ അന്നേ വരെ വെള്ളിയാഴ്ച പോലും ഉപവസിച്ചിട്ടുള്ള ആളല്ലോ. ഇയാൾ ബുധനാഴ്ച അങ്ങ് ഉപവസിക്കാൻ തുടങ്ങി. ഭാര്യയ്ക്ക് രാവിലെ ഒരു സംശയം, ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ മാനസാന്തരം ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ചെറിയ സംശയം. ഉച്ചയായിട്ടും ഭക്ഷണം കഴിക്കുന്നില്ല. 3 മണി വരെ അങ്ങ് ഉപവാസം. 3 മണിക്ക് ഉപവാസമൊക്കെ കഴിഞ്ഞ് ഇയാൾ ആദ്യത്തെ ദിവസം വാങ്ങിച്ചുകൊണ്ട് ഷോപ്പിങ്ങിന് പോയിട്ട് വന്നപ്പോൾ ഒരു വെള്ള ഉടുപ്പും വെള്ള ഷർട്ടും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യം 6 മണിയായപ്പോൾ ഇയാൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പ് കുളിച്ചൊരുങ്ങി വന്ന് ഈ വെള്ളമുണ്ടും വെള്ള ഷർട്ട്, ഇവിടം വരെ ബട്ടൺസ്, ഇവിടം വരെ ബട്ടൺസ്, ഇവിടം വരെ ബട്ടൺസ് ഒക്കെ ഇട്ടിങ്ങനെ ഇരിക്കുകയാണ്. പ്രാർത്ഥന തുടങ്ങി, തീരുന്നില്ല. സ്തോത്രം പറഞ്ഞിട്ടെങ്കിലും തീരുന്നില്ല. അവസാനം ഭാര്യ സഹിയിട്ട് കുറച്ചു നേരം കൂടെ വന്നിരുന്നു. അവസാനം പിള്ളേർക്കും ചോറ് കൊടുത്ത് അവരും കഴിച്ച്. സമയം നോക്കട്ടെ, അവിടുത്തെ 8:30 അവസാനം ഭാര്യ 8:30 കിടന്നു. ഇയാൾ ഒരു 9-9:30 വരെ ഇങ്ങനെ അവിടെ ഇരുന്ന് സങ്കീർത്തനമൊക്കെ വായിച്ചങ്ങിരിക്കുകയാണ്. ഒരു 9:30 ഇയാൾ അകത്തെ മുറി പോയിട്ട് ഒരു കട്ടിലെടുത്തുകൊണ്ട് വന്ന് കിഴക്ക് പടിഞ്ഞാറ് നടുക്കത്തെ മുറിയിൽ അങ്ങിട്ടു. അതേ കയറി ഞാൻ കടന്നു. 10:30 11 ഇപ്പം കിടപ്പെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മുടെ അച്ഛന്മാരാരെങ്കിലും വന്നൊരു കുരിശ് വെച്ചാൽ മതി, ആ പരുവത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കിടക്കുന്ന ആ സമയത്ത് 11:30 12 മരിക്കുന്നില്ല. മരിക്കാതിരുന്നിട്ട് ഞങ്ങൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഒരു തരത്തിൽ നേരം വെളുപ്പിച്ച് രാവിലെ 5 മണിയായപ്പോൾ ഈ സ്വാമിയുടെ ആശ്രമത്തിൽ ചെന്നു. സ്വാമി കതക് തുറക്കുമ്പോൾ കണി കാണുന്ന ഇയാളെയാണ്. വായി വന്നതെല്ലാം അങ്ങ് പറഞ്ഞു. അപ്പോൾ സ്വാമി ഇങ്ങനെ ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വാമിമാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ ഉള്ളൊരു, ഞങ്ങൾ തിരുമേനിമാർക്കും ഒക്കെ ഉള്ളൊരു വിദ്യ എന്നാണെന്നറിയോ, ആരെങ്കിലും ഞങ്ങളെ ചീത്ത പറഞ്ഞാൽ ഞങ്ങൾ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കും. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് ശകലം തിയോളജി പഠിച്ചിട്ടുള്ളതുകൊണ്ട് ദൈവമാണ് ഈ ഭൂമിയിൽ എല്ലാവരെയും സൃഷ്ടിച്ചതെന്നറിയാം. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്നും അറിയാം. അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും നല്ല ആളുകളാണ്. പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിൽ തന്നെ വെറുതെ റോഡ് സൈഡിലുള്ള വീടാണെങ്കിൽ തുറന്നിട്ട പൊടി കയറത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ വാതിലും ഈ വാതിലും ഈ വാതിലും ഈ വാതിക്കെ കൂടെയൊക്കെ കയറുന്ന കുറേ മാലിന്യങ്ങൾ മാത്രമേ എല്ലാ മനുഷ്യൻ്റെ അകത്തുള്ളൂ. അതൊരു 10 മിനിറ്റ് എടുത്ത് കളയാനുള്ളതേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. എല്ലാവരും ബേസിക്കലി നല്ലതാണ്. ഇത് ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കും.
പക്ഷെ നിങ്ങൾ അത്തരം തിയോളജി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ 9 മിനിറ്റ് വരെ ഈ ഭർത്താവ് ഇങ്ങനെ പറയും, നിന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ മുതലാണെന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 9-ാം മിനിറ്റ് നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുവാണല്ലോ അടുക്കളയിലെ ആ പാതകത്തിൽ. 9-ാമത്തെ മിനിറ്റിൽ പറയും ഇത് എൻ്റെ കൂടെ കൂടിയ പിന്നെ അയാൾ പിന്നെ അതേ പിടിച്ചൊരു 10 മിനിറ്റ് കൂടെ പോകും. ആ സാധനം ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ 10-ാം മിനിറ്റിൽ അയാൾ നിർത്തും. അപ്പോൾ ഇത് ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ട്, ഈ സ്വാമിക്കും അറിയാവുന്നതുകൊണ്ട് സ്വാമി മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാമി മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നു. 10 മിനിറ്റ് ആയപ്പോൾ ഇയാൾ നിർത്തി. സ്വാമി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു. ഇയാൾ മടമടാന്ന വെള്ളം കുടിക്കുന്ന സമയത്ത് സ്വാമി പറഞ്ഞു, അതെ 3 ദിവസം മുമ്പ് നിങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു സ്വാമിയുടെ ഉള്ളിൽ എന്താ ഇത്ര ആനന്ദമെന്ന്. ഞാനതിൻ്റെ ഉത്തരം പറയാൻ തുടങ്ങി, പകുതിയായപ്പോൾ നിങ്ങൾ പോയി. ഞാൻ പറയാൻ ശ്രമിച്ചത്രേ ഉള്ളൂ, ഇന്നേക്ക് 3-ാം ദിവസം നിങ്ങൾ മരിക്കും. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ പോയി. ഇന്നേക്ക് 3-ാം ദിവസം നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾക്കാരെങ്കിലും ഒരു ഉറപ്പ് തരികയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പിന്നെ ആരോടാണ് സ്പർദ്ധയുണ്ടാവുന്നത്, അസൂയയുണ്ടാവുന്നത്, കലഹമുണ്ടാവുന്നത്, വിദ്വേഷമുണ്ടാവുന്നത്? ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ ഉള്ളിൽ ആനന്ദമല്ലാതെ മറ്റെന്താണ് നിറയുക? അതുകൊണ്ടാണ് മരണബോധം ഒരാളെ കുറെ കൂടി ആഴമുള്ള മനുഷ്യരാക്കും, ആനന്ദമുള്ള മനുഷ്യനാക്കും. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ഇന്നോ നാളെയോ ഇന്ന പട്ടണത്തിൽ ചെന്ന് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? വെറും ആവിയല്ലയോ? ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുക. അല്ലാത്ത പ്രശംസയെല്ലാം ദോഷം തന്നെ. എൻ്റെ വാക്കുപസംഹരിക്കട്ടെ. ഏദൻ തോട്ടം നമ്മളെ പഠിപ്പിക്കുന്ന കുറച്ച് പാഠങ്ങളുണ്ട്. നല്ലത് കാണണം, അനുസരണം, ദൈവത്തെ പറയാതെ കേൾക്കുന്ന അനുസരണം ഉണ്ടാവണം, ഉൾവെളിച്ചത്തോടെ പെരുമാറണം, വിശ്വാസം യുക്തിക്ക് അതീതമാണ്, ഈ പ്രകൃതിയെ സ്നേഹപൂർവ്വം സമീപിക്കണം. പെട്ടകത്തിലെ ലോകം നമ്മളോട് പറയുന്നു, നമ്മളുടെ സഭാജീവിതം, ആരാധനാ ജീവിതം വെള്ളം ചേർക്കാതെ, അളവ് വ്യത്യാസം കൂടാതെ പാലിക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരാത്മീയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാണിപ്പാനിരിക്കുന്ന ദോഷം ലോകം നമ്മളോട് പറയുന്നു. യുക്തിക്കതീതമായ നിരുപാധികമായ ഒരു അനുസരണം ഉണ്ടാവണം. എപ്പോഴും ഉള്ളിലൊരു മരണബോധം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളെ കുറെ കൂടി ആഴമുള്ള മനുഷ്യരാക്കി തീർക്കും. ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കാൻ ദൈവം ഒരുക്കിയ കരുണയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അഭിനന്ദനായ ഫ്രാൻസിസ് തിരുമേനിയുടെയും ദാനിയേൽ തിരുമേനിയുടെയും സാന്നിധ്യവും ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരുടെയും സാന്നിധ്യവും നിങ്ങൾ ഓരോരുത്തരുടെയും നല്ല ശ്രദ്ധയ്ക്കും ഹൃദയപൂർവമായ നന്ദി.